ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നു മുതൽ വളരെ മഹത്തായിട്ടുള്ള ഒരു യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീമൻ നാരായണീയം ഓരോ ദിവസവും ഓരോ ദശകം വീതം എഴുതി അത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുക. അപ്പോ ഞാൻ ഒരു ദശകം എഴുതി നമ്മളുടെ ഈ സത്സംഗ സമിതിയിലെ എല്ലാ അമ്മമാരും ഏകദേശം എല്ലാ അമ്മമാരും തന്നെ ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ആ അമ്മമാരുടെ എല്ലാവരുടെയും മനസ്സിന്റെ ആ ഒരു നന്മ, അല്ലെങ്കിൽ ഭഗവാൻ അവർക്ക് നൽകുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹം, അതാണ് ഈ ഒരു ഉദ്യമത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോ വൈകുന്നേരം 6 മണിക്കാണ് ആ യജ്ഞം ആരംഭം കുറിച്ചത്. അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളെല്ലാം നേരത്തെ ഗ്രൂപ്പിൽ നൽകിയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഓരോ ദശകം വീതം എഴുതി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇത് 100 ദിവസങ്ങളെ കൊണ്ട് ഓരോ ദശകം വീതം എഴുതി ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പൊ അതിന് എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം എന്തായാലും അതുണ്ടായാൽ മാത്രമേ അതെല്ലാം സഫലമാവുള്ളൂ. പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ നമുക്ക് ഇതിനിടയിലെല്ലാം അല്ലെങ്കിൽ തടസ്സങ്ങൾ അത് എന്തായാലും ഉണ്ടാകുന്നതിന് യാതൊരു സംശയമില്ല. അതിനെല്ലാം തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് പലപ്പോഴും ഈ ശത്രുക്കള് ഷഡ്വൈരികള്, കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദി ശത്രുക്കൾ നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും വിധത്തിലേക്ക് നമ്മളെ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് അത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മൾ ആരും ഒരിക്കലും മുക്തരല്ല. അതിൽ നിന്ന് മുക്തരാകണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ അതിന് നമ്മളെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന ശത്രുക്കളെ അതിജീവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നാരായണീയ ദശക ലേഖന യജ്ഞം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇതിനു മുമ്പ് നമ്മുടെ ഈ സത്സംഗ സമിതിയിലെ ചില അമ്മമാര് ഇങ്ങനെ എഴുതി ഗുരുവായൂർ കൊണ്ടുപോയി പോലും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ആ അമ്മമാർക്കുണ്ടായ ചില അനുഭവങ്ങൾ അത് ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിന്റെ പ്രധാന ഉദ്ദേശം. അതിന് ആ അനുഭവങ്ങളുടെ കഥ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഒരു അനുഭവം അത് ശ്രീമതി ഉഷാ ജയപ്രകാശിൻ്റെതാണ്. അപ്പോൾ ശ്രീമതി ഉഷാ ജയപ്രകാശ് ഇതിനു മുമ്പ് നാരായണീയം എഴുതി ഭഗവാനിൽ സമർപ്പിക്കുന്ന സമയത്ത് ഉണ്ടായ ആ അനുഭവങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹം, അതെല്ലാം നമ്മളോട് ഇന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശ്രീമതി ഉഷാജിയുടെ വാക്കുകൾക്ക് കാതോർക്കാം. അതുപോലെ ഇത് ഒരു തടസ്സവും കൂടാതെ ഭഗവാനിൽ സമർപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. നമ്മളുടെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം, നമ്മളുടെ സുഹൃത്തുക്കളുടെ അനുഗ്രഹം, അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം, പ്രാർത്ഥന, സ്നേഹം, ഇതെല്ലാം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ നാരായണീയം എഴുതി സമർപ്പിക്കുന്നതിൻ്റെതായിട്ടുള്ള മഹത്വം അതെന്താണ് എന്നുള്ളത് രാജിയിൽ കൂടി നമുക്ക് കേൾക്കാം. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം.
ഇന്ന് നമ്മള് വലിയൊരു ഉദ്യമമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് നമ്മുടെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം. കാരണം തിരുമേനി ഓരോ നിർദ്ദേശങ്ങള് നമുക്ക് തരുന്നതും എന്താ പറയാ അത് ഒരുപാട് മൂല്യമുള്ളതാണ്. കാരണം നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ് ഓരോ കാര്യങ്ങളിൽ കൂടി. നമ്മുടെ സൗഹൃദ ക്ലാസ് ആയാലും നാരായണീയ പഠനമായാലും ഇപ്പോ ഈ പുതിയ ഒരു ഉദ്യമം. അപ്പൊ നമുക്കെല്ലാം ഇതിന് ഭാഗ്യം ലഭിക്കുന്നുവല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തിരുമേനിക്ക് പ്രത്യേകം ഒരു നമസ്കാരം. പിന്നെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇങ്ങനെ ഒരു കുടുംബം പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ധാരാളം കർത്തവ്യങ്ങളും കടമകളും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ തിരുമേനി പറയുന്ന പോലെ സമയം തികയാത്തവരാണ് നമ്മളൊക്കെ. പക്ഷെ എങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് അതന്നെ പോകുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഞാൻ നാരായണീയം പഠിക്കാൻ തുടങ്ങിയത് അതിന് ആഗ്രഹം തോന്നിയത് പരമേശ്വരൻ തിരുമേനിയുടെ ഒരു അതുകൊണ്ട് തന്നെയാണ്. കാരണം പരമേശ്വരൻ ഇവിടെ അമ്പലത്തില് ഒരു സപ്താഹം നടന്നു. അപ്പൊ ആ സപ്താഹം സാധാരണ ഒരു സപ്താഹങ്ങളെക്കാളും കുറച്ച് ഒരു വേറിട്ട വിധത്തിലായിരുന്നു. കാരണം നമ്മളിപ്പോ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ശ്ലോകങ്ങൾ പഠിക്കുക അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ അപ്പൊ ഈ ഭഗവത്ഗീതയെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ റെലവൻസ് ഓഫ് ഭഗവത്ഗീത ഇൻ ദ ടുഡേസ് ലൈഫ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ ഉള്ള സന്ദർഭങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നാരായണീയം അങ്ങനെയായിരുന്നു ആ ഒരു ആചാര്യൻ പറഞ്ഞത്. കാരണം കുറെ കഥകളും കുറെ പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിൽ നിന്നൊക്കെ വേറിട്ടിട്ട് നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് നാരായണീയത്തെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ നാരായണീയത്തെ നമുക്ക് മുറുകെ പിടിക്കാം, അല്ലെങ്കിൽ നാരായണീയം എങ്ങനെ ഒരു പഠന വിഷയമാക്കാം, അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നൊക്കെ നമ്മളിൽ ഒരു ബീജം ഇട്ടു, ഒരു വിത്ത് കുത്തിയിട്ടു എന്ന് പറയില്ലേ. അപ്പൊ അതിന്റെ തിരുമേനിയാണ്, പരമേശ്വരൻ തിരുമേനിയാണ് അതിന്റെ എല്ലാറ്റിന്റെയും കോർഡിനേറ്റർ, എല്ലാ കാര്യങ്ങളുടെയും. അപ്പൊ ഞങ്ങളെ കുറച്ച് അമ്മമാര് അന്ന് ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആ ദിവസങ്ങളില് ലീവ് എടുത്തു എല്ലാവരും. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു ഇത് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എല്ലാവരും അത് അറ്റൻഡ് ചെയ്തു. അപ്പൊ അതില് കുറച്ച് ലൈക്ക് മൈൻഡഡ് ആൾക്കാര് എപ്പോഴും ഞങ്ങള് ഫ്രണ്ടിൽ തന്നെ ഇരിക്കും, അത് കേൾക്കണം ഫുള്ളായിട്ട് എന്നുള്ളത്. അപ്പൊ ആ ആചാര്യനും പരമേശ്വരൻ തിരുമേനും കൂടി കുറച്ച് അമ്മമാരെ എന്താ പറയാ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നാരായണീയം പഠിപ്പിക്കണം, നാരായണീയം പ്രചരിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഇപ്പൊ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ അന്ന് നമ്മളുടെ എന്താ പറയാ ഇപ്പോഴത്തെ അവസ്ഥയല്ലല്ലോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് ജോലി, കുട്ടികള് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുക. അപ്പൊ നമ്മളുടെ ആ പ്രയോറിറ്റീസ് കുറച്ച് വേറെയാണ് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ആവില്ല എന്നുള്ള മട്ടില് നമ്മളൊക്കെ അതിങ്ങനെ ഒരു സൈഡിൽ വെച്ചു. പക്ഷെ എന്തോ ചെയ്യണം എന്നൊരു തോന്നലുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ നാരായണീയം എഴുതി സമർപ്പിക്കുക അതൊരു വലിയൊരു അനുഭവമായിരിക്കും എന്നുള്ളത് പറഞ്ഞപ്പോ അത് ചെയ്യാലോ, അത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തില് അത് എഴുതാൻ തുടങ്ങി. പക്ഷെ അവിടെയും നമ്മുടെ ചിലപ്പോഴൊക്കെ അലസതയും അതുപോലെ തന്നെ നമ്മളുടെ കുടുംബ പ്രാരബ്ധങ്ങളും ഒക്കെ അതില് ചിലപ്പോഴൊക്കെ ഒരു വിഘ്നം വരുമല്ലോ. ഒരു 10-15 ദശകമൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോണില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ വേറെ കാര്യങ്ങൾ വരെയാണ്, പരീക്ഷ, അത് ഇത് അങ്ങനെ കുറെ സംഗതികൾ വരും. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിപ്പോക്ക്, അങ്ങനെ കുറെ സംഗതികൾ വരും. അങ്ങനെ വന്ന് ഒരു കൃഷ്ണാവതാരം വരെ ഞാൻ എഴുതിയിട്ട് കൃഷ്ണാവതാരം എത്തിയപ്പോ പിന്നെ എനിക്കറിയില്ല, അത് ഭഗവാന്റെ തന്നെ അനുഗ്രഹമാണ്. പിന്നെ ഒരു ഹരമായിരുന്നു അത് എഴുതാനായിട്ട്. ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു ആവേശം വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് എത്ര പെട്ടെന്നാണ് അത് എഴുതി അവസാനിച്ചത് എന്നുള്ളത്
എനിക്ക് തന്നെ അറിയില്ല ഞാനാണോ എഴുതിയത്, അത് ഭഗവാൻ എന്നെ കൊണ്ട് എഴുതിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ മറ്റ് പല അമ്മമാരും അതുപോലെ എഴുതി കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോ നമ്മള് അന്ന് ഇന്നത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാനെന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം കുട്ടികളുടെ സ്കൂളും കോളേജും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് നാട്ടിൽ പോകാനായിട്ട്. അപ്പൊ ഗുരുവായൂർ സമർപ്പിക്കുക എന്നുള്ളത് അപ്പൊ കുറച്ചൊരു എന്താ പറയാ, അത്രയ്ക്ക് പ്രാവർത്തികമായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിച്ചു. അപ്പൊ നമ്മള് പറയില്ലേ, എവിടെയാണോ മുങ്ങുന്നത് അത് ഗംഗ എന്ന് പറയുന്ന പോലെ, അങ്ങനെ ആ സങ്കല്പത്തില്. അപ്പൊ അന്ന് വേറെ 1-2 പേരൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ ഒരു അനുഭവമാണ് അത് സമർപ്പിച്ചത്. പക്ഷെ ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഓരോ സന്ദർഭങ്ങളിലും തളർത്താനുള്ള പല സംഗതികളും ഉണ്ടായിരുന്നു കേട്ടോ. പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എഴുതി അങ്ങനെ സ്മൂത്തായിട്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതിയൊന്നും പോയില്ല. ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എഴുതാൻ, ചിലര് മറന്നു പോണു, അങ്ങനെ കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനത്തെ ആ 100ാമത്തെ ദശകം എഴുതി കഴിഞ്ഞപ്പോ ഇത് അതിശയോക്തിയായിട്ടോ അല്ലെങ്കിൽ വെറുതെ പറയാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല. ആ ഒരു നീലപ്രകാശം നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് ഭഗവാനെ തന്നെ സാക്ഷി നിർത്തി എല്ലാവരുടെയും മുന്നിലേ പറയാണ് അത്. എന്നിട്ട് ഞാനത് എല്ലാവരോടും നമുക്കിത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പറയാം, ഈ ക്ലാസ്സിൽ നമുക്ക് പറയാം. കാരണം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തില് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായവര് തന്നെയാണ് ഇന്ന് ഈ മീറ്റിംഗിൽ ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ ധൈര്യമായിട്ട് പറയാം. അന്ന് പറയുമ്പോ ചിലപ്പോ ഒരു പരിഹാസത്തിനൊക്കെ ഇതാവും. അപ്പോ എനിക്ക് പറ്റാവുന്ന 1-2 പേരോട് പറഞ്ഞു. അപ്പോ അവരുടെയും അനുഭവമൊക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ആദ്യത്തെ അതങ്ങനെ. അപ്പൊ വീണ്ടും ഒന്നുകൂടി എഴുതണം, ഗുരുവായൂർ സമർപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കലശലായി. അങ്ങനെ വീണ്ടും എഴുതാൻ തുടങ്ങി. പക്ഷെ അത് കുറെ കൂടി എളുപ്പമായിരുന്നു കേട്ടോ. ആ എഴുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വാക്കുകളൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നില്, ആ താരേ സമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിലെ കുട്ടി ഇങ്ങനെ വാക്കുകളൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യണ പോലെ കണ്ടിട്ടില്ലേ, അതേപോലെ എനിക്ക് വാക്കുകളൊക്കെ വേഗം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ, നമ്മള് പരിചയക്കാരാണെന്ന് നാരായണീയം എന്നോട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ എഴുതി. അത് കുറച്ച് വേഗം തന്നെ എഴുതാൻ സാധിച്ചു. അപ്പോ ഒരു ഡിസംബർ മാസത്തിലാണ് നാട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ നാട്ടിൽ പോകുമ്പോ ആ പ്രാവശ്യം മൂകാംബികയിൽ ഇറങ്ങിയിട്ട്, അന്നൊക്കെ ട്രെയിനിലാണ് പോണത് കേട്ടോ, ഫ്ലൈറ്റ് ഒന്നുമല്ല. അപ്പൊ മൂകാംബികയിൽ ഇറങ്ങിയിട്ട് അവിടെ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിമാരും ഹസ്ബൻഡിന്റെ ബ്രദറും വൈഫും എല്ലാവരും അവിടെ വരും. അങ്ങനെയാണ് തീരുമാനിച്ചത്. അപ്പൊ അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ബൈ റോഡ് പോവാന്നുള്ളതാണ്. അപ്പൊ മൂകാംബികയിൽ ഇറങ്ങി. മൂകാംബികയിലെ വൈകുന്നേരം അവിടെ പോയി, അവിടെ എത്തി, അവിടെ റൂം എടുത്തു, അവിടെ താമസിച്ചു. അമ്പലത്തിൽ ഇങ്ങനെ വൈകുന്നേരം വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പൊ അമ്പലത്തിൽ കുറെ ഇങ്ങനെ നടന്നതാണ്. അപ്പോ ഇവിടുന്ന് മനസ്സിലൊരു സങ്കല്പം വെച്ച് പോയിട്ടുണ്ട്. എൻ്റെ മകള് ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ മൂകാംബികയിൽ പോയിട്ട് അവിടെ സരസ്വതി മണ്ഡപത്തില് പാട്ടോ ഡാൻസ് എല്ലാം ചെയ്യുമല്ലോ. അപ്പോ അവളെ കൊണ്ട് ഒരു ഡാൻസ് ചെയ്യിപ്പിക്കണം എന്ന് മനസ്സിലുണ്ട്. അതിനുള്ള യാതൊരു വക കയ്യിലൊന്നുമില്ല, കോസ്റ്റ്യൂം വരെ ഒന്നുമില്ല കയ്യില്. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ആ രഥമൊക്കെ രാത്രി ഇത് ചെയ്യില്ലേ, ആ സമയത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇവരുടെ ഡാൻസ് ടീച്ചറിന്റെ അനിയത്തി അവര് അവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഇതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ അവര് പറയാ, എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ നാളെ ഇവിടെ ഡാൻസ് ചെയ്യണട്ടോ, അവളോട് പറയാ, പാട്ട് ഞാൻ പാടിക്കോളാം. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ തന്നെയല്ലേ ഗുരുവായൂർ അനുഗ്രഹങ്ങള്. അപ്പൊ പിറ്റേ ദിവസം വെറുതെ ഒരു സൽവാർ കമ്മീസ് ഇട്ടിട്ട് അവള് ആ ഡാൻസ് ചെയ്തു. വളരെ സന്തോഷായി. അപ്പൊ ഈ സപ്താഹത്തിന്റെ അവിടുന്ന് കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ എക്സ്ട്രാ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഒരു കൃഷ്ണ വിഗ്രഹം ആ ടീച്ചർക്ക് കൊടുത്തു. വേറെ ഒന്നും കൊടുക്കാനില്ല ആ സമയത്ത്. പാട്ട് ടീച്ചറാണ് അവര്. ഇവരുടെ യാമിനിയുടെ, എൻ്റെ മകളുടെ ഡാൻസ് ടീച്ചറിന്റെ അനിയത്തിയാണ് അവര് ബോംബെയിലാണ്. അവര് മ്യൂസിക് ടീച്ചറാണ്. അപ്പോ അവരാണ് ഇവരുടെയൊക്കെ അരങ്ങേറ്റങ്ങൾക്കൊക്കെ അവരാണ് വരിക.
അപ്പൊ ശരിക്കും ഭഗവാൻ അവരെ അവിടെ കൊണ്ടുവന്ന പോലെ. അപ്പൊ അതിഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോണത്. അപ്പൊ ശരിക്കും അരങ്ങേറ്റം കഴിഞ്ഞു എന്നുള്ള പോലെയാണ് ശരിക്കും ആ ഒരു തോന്നല്. അന്ന് അവള് 9ാം ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് പിന്നെ ഗുരുവായൂർ പിന്നത്തെ ഇത് പിന്നെ ഗുരുവായൂരപ്പൻ ഇത് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ അവിടെ ഈ സമയമാണ് ഡിസംബറില് എന്താ തിരുമേനി പറയാ, മറ്റേ ഏകാദശി, ഗുരുവായൂർ ഏകാദശിയുടെ സമയമാണ്. ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അമ്പലത്തില്. അപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ അവിടെ വന്നു, നമ്മുടെ ഒരു ബന്ധുവാണ്. അപ്പൊ അങ്ങോട്ട് പറയാണ്, നല്ല തിരക്കായിരിക്കും കേട്ടോ അമ്പലത്തില്, ആ നടക്കിൽ നിന്ന് തൊഴുതിട്ട് പോന്നാ മതി എന്ന് പറഞ്ഞു. അത് കേട്ടോടുകൂടി പിന്നെ ആകെ സങ്കടമായി. അപ്പൊ എത്രത്തോളം ആയിരിക്കും, ഇങ്ങനെ പോവാൻ തൊഴാൻ പറ്റില്ലേ ഭഗവാനെ എന്നുള്ളതാണ്. അപ്പൊ ഹസ്ബൻഡിന് കാര്യം മനസ്സിലായി. എനിക്ക് ഇതാണ് മനസ്സിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു, അതൊക്കെ അവിടുന്ന് ബറോഡയിൽ നിന്ന് തന്നെ കൊടുത്തിട്ടാ വന്നിട്ടുള്ളത്, തൊഴുതിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞു. കൂടെ അപ്പൊ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും, അമ്മാവന്മാരൊക്കെ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ കല്യാണ മണ്ഡപല്ലേ, കല്യാണ മണ്ഡപത്തിന്റെ അടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക, അവിടെ എത്തിയപ്പോ ഒരു നല്ല വയസ്സായിട്ട് ഒരു അമ്മ വന്നിട്ട് ഒരു ചന്ദനം തൊടിയിച്ചു എന്നെ. അപ്പോ ചെറിയ അമ്മാവൻ പറഞ്ഞു, ആ കുറൂരമ്മ വന്ന് ചന്ദനം തൊടിയിച്ചല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ കടന്നു. അന്ന് ഇന്നത്തെ പോലെയുള്ള ഇങ്ങനെ എത്രത്തോളം ഇല്ല കേട്ടോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ, കുറെ അധികം കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോ അവിടെ ചെന്ന് തൊഴുതു ഇത് അവിടെ സമർപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പുറത്തു വന്നു. പുറത്ത് വീണ്ടും കഴിക്കാൻ നടക്കിൽ വന്നപ്പോ അവിടെ നാരായണീയം വായന കേൾക്കുന്നു അവിടെ ഓഡിറ്റോറിയത്തില്. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നാരായണീയം വായനയാണല്ലോ, നമുക്ക് ഇത്തിരി നേരം അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ കയ്യിൽ എല്ലാ ബാഗിലും സാധാരണ ഒരു പോക്കറ്റ് നാരായണീയം ഉണ്ടാവാറുണ്ട്. അന്ന് എന്റെ കയ്യിൽ അതില്ല. അപ്പൊ എനിക്ക് അതും ഒരു സങ്കടമായി. അയ്യോ, ഇതിവിടെ സമർപ്പിക്കും. അപ്പൊ അത് കൊണ്ടുവന്നില്ലല്ലോ, ആ ബാഗല്ല കൊണ്ടുവന്നത്. ശരി, അവിടെ പോയിരുന്നപ്പോ ഉടനെ തന്നെ ഒരു സ്ത്രീ എനിക്ക് നാരായണീയ ഒരു ബുക്ക് തന്നു. അപ്പൊ വായിക്കുന്നത് കൃഷ്ണാവതാരം. ഓരോ സംഗതികളും എനിക്കിങ്ങനെ എന്താ പറയാ, ഇപ്പോഴും അതിങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ അത് വായിച്ചു. അപ്പൊ അന്ന് വേറെ ഒന്നും വിചാരത്തിലില്ല. ഇവിടെ അമ്പലത്തിൽ പോവാ, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഈ കൂടെ വന്നിട്ടുള്ള ഡ്രൈവർ ഉണ്ട്, കാറ്, അങ്ങോരും വന്ന് അവിടെ ഇരുന്നു. അപ്പൊ അങ്ങോര് പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോ ഇത്ര തിരക്കായിട്ട് പോവണ്ട, കാരണം ഇന്ന് ഗുരുവായൂർ കേശവന്റെ ഓർമ്മ ദിവസമാണ്. അപ്പൊ അതിന് സ്പെഷ്യൽ എല്ലാ ആനകളും പോയിട്ട് ഗുരുവായൂർ അവിടെ പോയിട്ട് ഗുരുവായൂർ കേശവനെ വണങ്ങും, അതൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. ശരി, അപ്പൊ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അന്ന് ഇതിനൊക്കെ ഭാഗ്യം കിട്ടി. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ പ്രസ്സുകാരും എല്ലാരും നിൽക്കുമല്ലോ, ധാരാളം ആൾക്കാർ വരും. അത് വലിയൊരു ഇതാണ്, ഗുരുവായൂർ കേശവനെ വണങ്ങുന്ന ഒരു ചടങ്ങ്. അത് കണ്ടിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ വളരെ അത്യപൂർവമായിട്ടുള്ള സംഗതികളാണ്. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കണം. അപ്പൊ ഞങ്ങൾ ആദ്യം അവിടെ പോയി നിന്ന കാരണം നമ്മൾ ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ പ്രസ്സുകാരൊക്കെ വന്ന് ഗംഭീര പരിപാടികളാണ്. അപ്പൊ നമുക്കറിയില്ല, നമ്മളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ പിറ്റേ ദിവസം മലയാളം പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നു ഇത്രേ. അപ്പൊ പിന്നീട് തിരിച്ച് ബറോഡയിൽ വന്നപ്പോ ഒരു അമ്മ എന്നോട് ചോദിച്ചു, എന്താ അവിടെ ഗുരുവായൂരൊക്കെ ഗംഭീര പരിപാടിയിലായിരുന്നല്ലോ, ഫോട്ടോ ഒക്കെ പേപ്പറിൽ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതും ഒരു അതിശയായിട്ട് തന്നെ പറയാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ട്രെയിനിൽ വരികയാണ്. ട്രെയിനിൽ വരുമ്പോ യാമിനിയുടെ ഡാൻസ് ടീച്ചറിന്റെ ഒരു ഫോണ് ട്രെയിനിൽ ഇരുന്നിട്ടാണ് കേട്ടോ കേൾക്കണത്. അപ്പൊ പറയാ, നിങ്ങൾ എപ്പോഴാ തിരിച്ചെത്തണേ? അപ്പൊ പറഞ്ഞു, ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ആ ശരി, വേഗം വന്നോളൂ, നമുക്ക് പ്രാക്ടീസിന് ഇനി സമയം അധികം ഇല്ല. കാരണം നമുക്ക് CS അതിന്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് റഷ്യയില് ഇന്ത്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് യാമിനിനെയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അനുഗ്രഹങ്ങളുടെ ഒരു എന്താ പറയാ, അനുഗ്രഹ വർഷം ഭഗവാൻ തന്നത്.
അപ്പോ പിന്നെ അറിയാലോ എങ്ങനെയാ, പിന്നെ ബറോഡയില് എങ്ങനെയാ ട്രെയിൻ അത്ര സ്പീഡ് പോരാന്നുള്ള തോന്നലായി. അങ്ങനെ ഇവിടെ എത്തി. അപ്പൊ അത് ഡിസംബറിലാണ്. ആ മാർച്ചില് അവര് പിന്നെ റഷ്യയിൽ പോവാണ് ഉണ്ടായത്. അപ്പോ ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്യുന്നത് എല്ലാം ഈ നാരായണീയത്തിന്റെ ശക്തിയായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്രയധികം അനുഗ്രഹം അത് ഭഗവാൻ ഇങ്ങനെ ഓരോ സമയാസമയങ്ങളില് കൃത്യമായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാണ്. അപ്പൊ ഈ മാർച്ചില് പരീക്ഷയാണ് കുട്ടിക്ക്. അപ്പൊ ടീച്ചർ പറയാ, പരീക്ഷ നമുക്ക് അടുത്ത പ്രാവശ്യം എഴുതാം, ഇതൊന്നും എപ്പോഴും ചാൻസ് കിട്ടില്ല എന്ന് പറയാണ്. പിന്നെ അവള് പഠിച്ചു, സ്കൂള്, കോളേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ആയി. അവസാനം പോസ്റ്റ് ഗ്രാജുവേഷൻ ഗോൾഡ് മെഡലോട് കൂടിയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. ഡാൻസും അതോടുകൂടി കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആ ഡാൻസ് ടീച്ചർക്കും ഇതുപോലെ തന്നെയാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അവരുടെ ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോ ഇത്ര കാലം പഠിച്ചിട്ടും അവളുടെ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അരങ്ങേറ്റം എന്നുള്ളത് ഒരു ഇതായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം അവള് കാനഡയ്ക്ക് പോവാനായിട്ടുള്ള സമയത്ത് അരങ്ങേറ്റം നടത്താണ്. അപ്പൊ ആ ടീച്ചറിനോട് എന്താ ചോദിച്ചെന്നറിയോ? ഉഷയ്ക്ക് നാരായണീയല്ലേ വേണ്ടത് അരങ്ങേറ്റത്തിന് എന്ന് ചോദിച്ചു. എന്നിട്ട് അവൾക്ക് വേണ്ടി നാരായണീയത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, അതും തിരുമേനിയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് ആ ടീച്ചർക്ക്. പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് പ്രത്യേകം അവര് പഠിച്ച് അവര് നാരായണീയമാണ് അവര് അരങ്ങേറ്റത്തിനായിട്ട് എടുത്തത്. അപ്പോ ഇത്രയും സംഭവങ്ങള് ഇതില് 1% പോലും എന്റെ ഒരു ഭാവനയൊന്നുമില്ല. കാരണം ഇത് എനിക്ക് എന്ന് എപ്പോഴും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നാരായണീയം മുറുകെ പിടിച്ചോളൂ, അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അത് പിന്നെ ദിവ്യ ഔഷധമാണ് എന്നുള്ളതൊക്കെ ഓരോ സംഗതികൾ എല്ലാറ്റിനും ഉള്ള ഔഷധമാണ്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എപ്പോഴും നാരായണീയം വായിച്ചോളൂ എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ ഈ എഴുതുക എന്നുള്ളത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാലോ, ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോൾ പറയില്ലേ, 10 പ്രാവശ്യം പറഞ്ഞു പഠിക്കുന്നത് 1 പ്രാവശ്യം എഴുതി പഠിക്കൂ എന്ന് പറയും, നമ്മളോടൊക്കെ പറയാറുണ്ട്. അപ്പോ അതും ഈ പഠനത്തിന് ഒരു സഹായമായിരിക്കും നമുക്കൊക്കെ. അക്ഷരങ്ങളായിട്ട് നല്ലൊരു പരിചയം വരും. എത്ര വായിച്ചാലും ഒരിക്കൽ എഴുതുമ്പോൾ അതിന് വളരെയധികം വ്യത്യാസം വരും. അത് ഞാൻ കുറച്ചു കാലം ടീച്ചറായിട്ട് ജോലി ചെയ്തു എന്നുള്ള ഒരു അഹങ്കാരത്തിലും കൂടി പറയാൻ എനിക്ക്. കാരണം അത് തീർച്ചയാണ്, നമുക്ക് അനുഭവമുണ്ട്. അപ്പൊ എല്ലാ വിധത്തിലും ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു മഹത്തായിട്ടുള്ള ഈ സംരംഭം വലിയൊരു ഉദ്യമമായിട്ട് വലിയൊരു ഇതായിട്ട് വരട്ടെ, പ്രസ്ഥാനമായിട്ട്. നാരായണീയ ലേഖന യജ്ഞം എന്നുള്ളത് നമ്മളിൽ കൂടി ധാരാളം പേര്, മറ്റു പലരോടും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, ഓരോരുത്തരോട്. അപ്പോ നമ്മളെപ്പോലെ പലരും. പിന്നെ ഇതിനോട് തന്നെ അനുബന്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ഒരു കസിന്റെ മോള്, ആ കുട്ടിക്ക് സെക്കൻഡ് ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേഷൻ ഒക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ എപ്പോഴും വിളിക്കും, ആന്റി എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ, ധാരാളം സമയമുണ്ട് ആ കുട്ടിക്ക്, അപ്പൊ ഏതായാലും നീ നാരായണീയം എഴുതുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ എഴുതി. അതിനത്ര ഒന്നും അറിയൊന്നുമില്ല, നാട്ടിൽ പഠിച്ച കുട്ടിയാ, പക്ഷെ മലയാളം അറിയും. അങ്ങനെ എഴുതി. അവൾ ഇതുപോലെ നാട്ടില് പ്രസവത്തിനായിട്ട് വന്നപ്പോ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ നമുക്കത് അതിശയായിട്ട് തോന്നാം. വലിയ കോംപ്ലിക്കേഷൻസ് പറഞ്ഞ ആ കുട്ടി പ്രസവിച്ചപ്പോ നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഭഗവാൻ ആ ഒരു ഉണ്ണിയെ അവൾക്ക് കൊടുത്തു. അപ്പൊ ഇപ്പോഴും ആ കുട്ടി 12ാം ക്ലാസ്സിലായിട്ടോ. ആ കുട്ടി നാരായണീയം ചൊല്ലുന്നത്, പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി മലയാളം പറയാൻ മാത്രമേ അറിയുള്ളൂ, പക്ഷെ എങ്കിലും അത് അസലായിട്ട് നാരായണീയം ചൊല്ലും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ അതിനെ ഉദരത്തിലുള്ളപ്പോ ആ അമ്മ ചെയ്ത പുണ്യമായിരിക്കും അത്. അവളും ഇപ്പൊ നല്ലൊരു നർത്തകിയാണ്. എൻ്റെ മോളുടെ കാലടികളെ പിന്തുടരുന്നുണ്ട്. അവളും നല്ലൊരു നർത്തകിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലുള്ള അവളാണ്. അവളുടെ കൈക്ക് വേദനയായിരുന്നു. അപ്പൊ അവൾക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു ഔഷധമായിട്ട്. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് 4 വരി എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നീ ചെയ്തു നോക്ക്. എന്നിട്ട് ഇപ്പോ അവള് പറയാണ്,
അവള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ചെയ്തോളൂ, നാരായണീയ എഴുതിക്കോളൂ, നാരായണീയ എഴുതിക്കോളൂ. അപ്പൊ നമ്മളിൽ കൂടി നമ്മുടെ വിശ്വനാഥൻ സാറ് പറഞ്ഞ പോലെ ഒരു ചെറിയ കൈത്തിരി, അതിൽ നിന്ന് ധാരാളം തിരികളെ തെളിയിക്കാം. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ അനുഭവം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് സത്യമായിട്ടുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇതില് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ആർക്കും ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല ഒരു തുടക്കമാണ് ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. എല്ലാവരും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെയും കൂടി ഈ അനുഗ്രഹത്തിന് പാത്രീഭൂതരാക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. തിരുമേനിക്ക് പ്രത്യേക നമസ്കാരം. അനിത, ജയശ്രീ, ഈ കുടുംബത്തിലെ എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഹരിയോ. ഹരി, യാമിനിയുടെ ഡാൻസിന്റെ കഥ പറയുമ്പോൾ അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സന്ദർഭം കൂടെ കൂടിയായിരുന്നു. നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾ അല്ലെങ്കിൽ അതിലെ പ്രസക്തമായിട്ടുള്ള ഏതെങ്കിലും ശ്ലോകങ്ങൾ എടുത്തുകൊണ്ട് ഒരു അരങ്ങേറ്റം കുറിക്കുക, ഡാൻസിന്റെ അരങ്ങേറ്റം കുറിക്കാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടാകുക. അപ്പോ അതിലെ ഏത് ശ്ലോകമാണ് പ്രധാനമായിട്ട് എടുക്കേണ്ടത്, ഓരോ ശ്ലോകങ്ങളും വായിക്കും. അപ്പൊ ഇത് കൊള്ളാലോ ഇങ്ങനെ ഓരോന്ന് അത് ശരിക്കും ഒരു തപസ് പോലെ ഇങ്ങനെ കുറെ ദിവസത്തെ ഒരു പ്രയത്നം തന്നെയായിരുന്നു അതിലെ ഓരോ ശ്ലോകങ്ങളും സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ശ്ലോകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ അത് ഡാൻസിന്റെ ഭാഗത്തിന് ചിട്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ സന്ദർഭം മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഒരു റിസർച്ച് ഇതുപോലെ വലിയ കാര്യമായിട്ട് ഓരോന്നും ഒരു റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന പോലെയാണ് അതെഴുതി മാഡത്തിന് കൊടുത്തത്. അപ്പോ മാഡം ഇത് പറയുകയും ചെയ്തു, തിരുമേനി ഇതൊരു റിസർച്ച് തീസിസ് ആയിട്ട് എടുത്ത് ഇത് വേണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് ഉടനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് നേരപ്പോക്കായിട്ടാണെങ്കിലും അങ്ങനെ പറഞ്ഞ ഓരോ സന്ദർഭമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ ഇപ്പോ തുടക്കത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതൊക്കെ തോന്നും. പക്ഷേ തടസ്സങ്ങൾ അനവധി ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് പേന എടുക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ചിലപ്പോൾ കൈക്ക് വേദന ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് ഇത് തടസ്സങ്ങൾ അനവധി വരും. അപ്പൊ ആ തടസ്സങ്ങളെല്ലാം എന്താണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള കൂടുതൽ ശക്തി നൽകാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ഓരോ അനുഭവങ്ങളാണ് എന്ന് മാത്രമേ നിർവഹിക്കേണ്ടുള്ളൂ. തീർച്ചയായിട്ടും എത്ര ബുദ്ധിമുട്ടുണ്ട് ആയി കഴിഞ്ഞാലും, എത്രയൊക്കെ തളർച്ച ഉണ്ടായി കഴിഞ്ഞാലും, മനസ്സിന് എന്തൊക്കെ വേദന ഉണ്ടായി കഴിഞ്ഞാലും, കൃഷ്ണ ഗുരുവായൂരപ്പാ ഇതിന് മുടക്കം വരുത്തരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഗുരുവായൂരപ്പൻ അത് കൂടെ നിന്ന് നമ്മളെ കൊണ്ട് ആ കർമ്മം, ആ യജ്ഞം അത് സഫലമാക്കി തീരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം പലപ്പോഴും പല കാര്യങ്ങളിലും ഇതുപോലെ ഇപ്പൊ ഉഷ പറഞ്ഞ പോലെ ഓരോ അമ്മമാർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഏതെല്ലാം തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് എത്ര വർണ്ണിച്ചു കഴിഞ്ഞാലും ഒരിക്കലും മതി വരില്ല. അത്ര അനവധി അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സന്ദർഭത്തിലും ആ ഭഗവത് കഥകളുമായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് നിങ്ങളെന്നുള്ളതല്ല, നമ്മളെല്ലാവരും കൂടി ഏറ്റെടുക്കുന്ന ആ യജ്ഞം അത് പൂർണ്ണമായിട്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചോളൂ. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്രയും പേര് എഴുതുന്നു. നമുക്കറിയാവുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരോട് അവരോട് ഒരു ശ്ലോകമെങ്കിലും മുഴുവൻ എഴുതാൻ പറയണം. നിങ്ങൾ ഒരു ശ്ലോകം വായിക്കൂ, അല്ലെങ്കിൽ ഒരു ശ്ലോകം പഠിക്കൂ, ഒരു ശ്ലോകം എഴുതൂ എന്ന രീതിയിലെങ്കിലും ഈ നാരായണീയത്തിന്റെ മഹത്വം, ഭഗവത് മഹത്വം, അല്ലെങ്കിൽ ഭഗവത് മഹിമ, ഭഗവത് നാമസങ്കീർത്തനങ്ങൾ ഉരുവിടുന്നതിൻ്റെതായിട്ടുള്ള മഹത്വം അത് സ്വയം അനുഭവത്തിൽ കൂടി തിരിച്ചറിയുവാനുള്ള ഒരു സന്ദർഭം നാം അവർക്ക് വേണ്ടി കൂടി ചെയ്യാൻ
നമ്മൾ തയ്യാറാക്കണം. അപ്പോഴാണ് നമ്മളുടെ ഈ കർമ്മത്തിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ ഒറ്റയ്ക്ക് പോയി തൊഴുക. അങ്ങനെ ആ തൊഴുന്ന സമയത്ത് നമുക്ക് വേറെ ഒരാളെ കൂടി കൊണ്ടുപോയി തൊഴിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അനന്തകോടി പുണ്യമായിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് പറയാം. അതുകൊണ്ട് എല്ലാവർക്കും നാരായണീയം 100 ദശകവും യാതൊരു തടസ്സവും കൂടാതെ കേൾക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അതുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കിപ്പോൾ ഉണ്ടായത്. ഇത്രയും കാലമായിട്ട് നമുക്ക് ഇപ്പോഴാണ് അതൊരു ഇങ്ങനെ ഒരു സമർപ്പണ ഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു യജ്ഞത്തിന് ഇപ്പോൾ ഒരു സന്ദർഭം ഉണ്ടായത്. നാരായണീയം പഠന ക്ലാസ് രണ്ടാമത്തെ ആവർത്തി ഇനിയിപ്പോ 4 ദശകവും കൂടെ കൂടി ആയി കഴിഞ്ഞാൽ 100 ദശകവും പൂർത്തിയാകും. 3 ടീച്ചർമാരും ശ്രീയും ജയശ്രീയും അനിതയും എല്ലാവരും അതിന്റെ പിന്നിൽ എത്രത്തോളം പരിശ്രമം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഠിതാക്കളായിട്ടുള്ള ഓരോ സുഹൃത്തുക്കളും എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ്, എത്രത്തോളം സ്നേഹത്തോടെയാണ്, എത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് ഓരോ ടീച്ചർമാരുമായിട്ട് അവരുടെ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും ഓരോ ദശകം ഓരോരുത്തരായിട്ട് വ്യാഖ്യാനിക്കുന്നു, പഠിക്കുന്നു, ചൊല്ലുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു. അതിലെ ഓരോ കഥകളും സ്വയം അത് ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്ന അത്തരത്തിലുള്ള സൗഹൃദ ക്ലാസ്സുകൾ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നത്. ഇതും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കരുതാം. ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് മാത്രം നമുക്കിതിനെ സ്വീകരിക്കാം. എല്ലാവർക്കും ഈ ഒരു യജ്ഞം സഫലമാകാനായിട്ട് അതിനുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കിവിടെ സമർപ്പിക്കാം. സർവേ സുഖിന സന്തു, സർവേ ഭദ്രാണി പശ്യന്തു, കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം ശ്രീ ഗുരു